പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പുതിയ വർഷത്തിന്റെ 2024 എന്ന പുതിയ വർഷത്തിന്റെ ആദ്യ മാസത്തിന്റെ ആദ്യ ദിവസം ജനുവരി 1-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയിൽ സ്നേഹപൂർവകമായ ആശീർവാദവും പ്രാർത്ഥനയും. ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 23 വരെ വാക്യങ്ങളാണ്. ഈശോ അവിടെ പറയുന്നു, പിതാവിൽ നിന്ന് കണ്ടു പഠിച്ചത് ഞാനും ചെയ്യുന്നു. മനോഹരമായ ഒരു ചിത്രം ഈ അടുത്ത നാളിൽ കാണാനിടയായി. ആരോ ഒരു ചിത്രകാരൻ വരച്ചതാണ്. യൗസേപ്പ് പിതാവ് തന്റെ മരപ്പണി ശാലയിൽ ജോലി ചെയ്യുന്നു. മാതാവിനെയും ആ ചിത്രത്തിൽ പുറകിൽ നിൽക്കുന്നതായി കാണാം. കൊച്ച ഈശോ യൗസേപ്പ് പിതാവ് ചെയ്യുന്നത് അടുത്തുപോയി സാഗൂതം നോക്കി നിൽക്കുന്നു. ഈശോ പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതാണ് പുത്രനും അതേപടി ചെയ്യുന്നത്. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾക്കിന്ന് ഈ പുതിയ വർഷത്തിൽ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, നമ്മളെയൊക്കെ കണ്ടു പഠിക്കുന്ന ആരൊക്കെയോ നമ്മുടെ ചുറ്റുമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെക്കാൾ താഴെ പ്രായമുള്ളവർ. സാധാരണ പറയാറുണ്ട്, എല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിലിരിക്കുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു കമന്റാണ്. പക്ഷേ എല്ലാം കണ്ടുകൊണ്ട് ചിലർ താഴെ നിൽക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളാവാം, നമ്മളെക്കാൾ താഴെ പ്രായമുള്ളവരാവാം. അവരുടെയൊക്കെ മുമ്പിൽ നല്ല മാതൃകകളാകാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ടെന്ന് ഈ വർഷം മുഴുവൻ നമുക്ക് ഓർമ്മിക്കാം. നമുക്ക് നല്ല മാതൃകകളായി എല്ലാവരുടെയും മുമ്പിൽ എപ്പോഴും ആയിരിക്കാനായി പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ വർഷത്തെ, ഈ പുതിയ ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ഈ വർഷത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും, ഞങ്ങളുടെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും മറ്റുള്ളവർക്ക് നല്ല മാതൃകയും അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങളുമായിരിക്കട്ടെ. ദൈവമേ, മറ്റുള്ളവർക്ക് മുമ്പിൽ നല്ല മാതൃകകളായിരിക്കാൻ എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ പുതിയ വർഷം, ഈ പുതിയ മാസം ഞങ്ങൾക്ക് അനുഗ്രഹവും നന്മയുമാക്കി മാറ്റണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഈ വർഷം മുഴുവനിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.